ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നൊരു എലീനെ കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഇതിലുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ വീഡിയോ കാണിച്ചായിരുന്നു, കണ്ടവർക്കറിയാം. ഒരു എലിപ്പെട്ടി അരിയുണ്ട്. ഇതുണ്ടോ ഒരുത്തിരിക്കും, ഞാൻ വെച്ച് പോയെന്ന് കേട്ടോ. കുഞ്ഞിലാണ് കേട്ടോ. ഉണ്ടോ കാണുന്നുണ്ടോ? ഉണ്ടോ 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 നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടി. എന്ത് കുറേ ഉണ്ടാവും കേട്ടോ. കുഞ്ഞാണ്ട് ഇനി രണ്ടാമത്തെ തള്ളയുണ്ടാവും, അപ്പനുണ്ടാവും, അമ്മയുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഞാൻ അവരെ കൂടെ നമുക്ക് പിടിക്കണം. ഒരെണ്ണത്തെ അങ്ങനെ കിട്ടി. ഇന്നലെ കിട്ടിയില്ലായിരുന്നു, ഇന്ന് അവൻ കുടുങ്ങി. നമുക്കൊന്ന് മറ്റേ കിളിക്കൂട് നോക്കാവേ. നിങ്ങൾ കിളി പറന്നു പോകുന്ന ഒന്ന് നോക്കി കേട്ടാ. കിളി അതിനകത്തുണ്ടാവും. നമ്മൾ നോക്കാൻ ചെല്ലുമ്പോൾ കിളി പറന്നു പോകും. ഒന്ന് ശ്രദ്ധിച്ചേട്ടാ. എന്താ കിളി പറന്നുപോയി. വീഡിയോ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു കിളി പറഞ്ഞത്. ഇന്നത്തെ അപ്ഡേറ്റ് ആട്ടോ, 24-ാം തീയതിയിലെ മുട്ട. ഇത് ഭയങ്കര ഉള്ളിലോട്ടാണ് വെറുതെ കിളിയുടെ മുട്ട. നമ്മുടെ ക്യാമറ ശരിക്കും പറഞ്ഞാൽ ശരിക്കും കിട്ടുന്നില്ല. മുട്ട വിരിഞ്ഞ മുട്ട വിരിഞ്ഞു കേട്ടാ. അമ്മേ, മുട്ട വിരിഞ്ഞു കേട്ടാ. കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. എത്ര വട്ടം വിരിഞ്ഞു കേട്ടോ. മുട്ട വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. എത്ര വട്ടം? ഒരു വട്ടം വിരിഞ്ഞുള്ളൂ. വിരിഞ്ഞായിരിക്കും വിരിഞ്ഞു കേട്ടോ. ഇത് നമുക്ക് കുഞ്ഞിനെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഇങ്ങനെ ഉണ്ടോ? ഇങ്ങനെ നോക്കിയാൽ ഉണ്ടോ? കുഞ്ഞുണ്ടോ? ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളുണ്ട് കണ്ടോ. കുഞ്ഞു വിരിഞ്ഞു കേട്ടോ. പുതിയ അപ്ഡേറ്റ് ആണ് കേട്ടോ. എന്തായാലും നല്ലൊരു ദിവസമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ഓർക്കിഡ് ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ച സൈഡിലോട്ട്. എന്ന് വെച്ചാൽ നല്ല മഴയല്ലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം അധികം വേണ്ടാത്ത ചെടിയാണ്. ചീഞ്ഞു പോകുന്നിടത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ച കേട്ടോ. നമ്മുടെ ചെടിച്ചട്ടി ഇപ്പോഴും ഇരിക്കുവാണ്, അതിലൊന്നും നട്ടിട്ടില്ല. നമുക്ക് നടണം, എന്തേലും സമയം കിട്ടിയില്ല. നമ്മുടെ റോസപ്പൂ കണ്ടോ, നല്ല അടിപൊളിയല്ലേ. നല്ല കടും കളറാണ്. അത് മേടിച്ച കേട്ടോ, പുറത്തുനിന്ന്. ഇതിൽ മേടിച്ച നമ്മുടെ ആന്തൂരത്തിലൊക്കെ ഇപ്പം ഇഷ്ടംപോലെ പൂവുണ്ടാകുന്നുണ്ട് കേട്ടോ. എല്ലാ കമ്പ് വരുന്നതിലും പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ ഒരു തൈ വെച്ചിട്ട് കുറേ തൈ ആക്കിയിട്ട് പിന്നെ തന്നെ ആക്കിയത് കേട്ടോ. ഒരു നമ്മുടെ എന്താണ് പറയുക, വെട്ടുകാലി വല നെയ്യുന്നുണ്ട്. രാവിലെ അവൻ്റെ പണിയാണ്. എന്താണെന്ന് വെച്ചാൽ ഏരിയനെ പിടിക്കാൻ വേണ്ടി എന്താ എത്ര മെനക്കെട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടോ. എത്ര ക്ലാരിറ്റി ഇല്ല. അതിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടോ. ഓരോ വല നെയ്യുന്ന ഓരോ വല നൂലിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളും എത്രമാത്രം പ്രകൃതി ഓരോരുത്തർക്ക് ഒരു കഴിവ് കൊടുത്തേക്കണമെന്നുണ്ടല്ലേ. ഓരോ എട്ടുകാലി അങ്ങനെ അവർക്ക് ജീവിക്കാനുള്ള, എല്ലാവർക്കും ജീവിക്കാനുള്ള അവരുടേതായ ഒരു കഴിവ് ദൈവം ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പകർവാദി വിനിയോഗിക്കുമ്പോൾ ആണ് അവർ രക്ഷപ്പെടുന്നത്. ഇപ്പം എട്ടുകാലി എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള കഴിവ് കിട്ടിയാൽ കണ്ടോ, വലിയൊരു വല കിട്ടുകയാണ്. ഇനിയിപ്പം ഇതേ പ്രാണികളെല്ലാം പോകുന്നതെല്ലാം ഈ കുടുങ്ങും. ഉണ്ടോ എത്രമാത്രം വെനക്കെട്ടാണ്. ഉണ്ടോ രാവിലെ പണി തുടങ്ങി അതിൻ്റെ. ഉണ്ടോ ഇത്ര സാഹസികമായിട്ടാണ് നോക്കി എട്ടുകാലി വല കിട്ടുന്നത്. ഉണ്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് രസം. ഇന്നെന്തായാലും നല്ല ദിവസം കേട്ടോ. ഇന്നെന്തായാലും നമ്മുടെ കിളി വിരിഞ്ഞു, മുട്ട വിരിഞ്ഞു, കിളി വിരിഞ്ഞു. പിന്നെ നമുക്കൊരു എലീനെ കിട്ടി. പിന്നെ നമുക്കൊരു എട്ടുകാലി വല ചെയ്യുന്ന കാണാൻ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി. അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനൽ മീൻസ് നമ്മുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം. നമുക്ക് യൂട്യൂബ് ചാനലും ഉണ്ട് കേട്ടോ. റിവിൻ ജോസഫ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. നമ്മളതിൽ ക്രിക്കറ്റ് കളിയൊക്കെ ലൈവ് നമ്മൾ ഇടാറുണ്ട് കേട്ടോ. അതൊന്ന് റിവിൻ ജോസഫ് ലൈവ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കിട്ടും, വീഡിയോസ് കിട്ടും, കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതിലും ഇടാറുണ്ട്. വ്യൂസ് കുറവാണ്, പക്ഷേ എല്ലാവരും കൂടെ സഹകരിച്ച് നമുക്ക് വ്യൂസ് ഒക്കെ ആക്കി എടുക്കാം. ഓക്കെ, താങ്ക് യു.